ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഓൾ ടൈം ഫേവറേറ്റ്സ് ബൈ രാജി എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര അന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു കുഴിപ്പള്ളത്തിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ടത് ലോങ് ഉടനെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫോണാണെങ്കിൽ താഴെ വീണ് പൊട്ടി, ഡിസ്പ്ലേ ഒക്കെ പൊട്ടി. അപ്പം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇച്ചിരി താമസിച്ചത്. ഇതിന് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോയി എടുത്തതാണേ. ഇന്ന് ഇതിനകത്ത് കയറണമെങ്കിൽ നമുക്ക് പാസ്സൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ അതിനകത്ത് വേറൊരു മലയിൽ ബോൺസായി മ്യൂസിയം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഹൈറ്റ്സിന്, അപ്പോൾ അവിടെ കയറണമെങ്കിൽ മാത്രം 20 രൂപയുടെ പാസ് എടുക്കണം. ഒരാൾക്ക് 20 രൂപ. അങ്ങനെ ഈ വഴിയാണ് കയറി പോകേണ്ടത്. അപ്പോൾ അവിടെ വർഷങ്ങൾക്ക് മുന്നേ അവർ നട്ടുപിടിപ്പിച്ച മരങ്ങളും അതിനെ അവർ പരിപാലിക്കുന്ന രീതികളും അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈ കായ്ച്ചു നിൽക്കുന്ന മാവ് ആ ഒരു ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. ഇഷ്ടംപോലെ കായ ഉണ്ടായിരുന്നു, അതിനകത്ത് മാങ്ങ ഉണ്ടായിരുന്നു. അതുമല്ല, ഈ കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയത് 1972-ലാണ്. 1972 3 സഹോദരന്മാരോട് ചേർന്നാണ് ഇത് തുടങ്ങിയത്. ഇപ്പോഴും അവരുടെ തന്നെയാണ്. അവരെ കാണാൻ പറ്റി. ഞങ്ങൾ ചെന്ന സമയത്ത് ആ 3 ചേട്ടന്മാരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടു. ഇതെല്ലാം അവർ ചെയ്ത് വെച്ചേക്കണതാണ് കേട്ടോ. ഒരുപാട് പെയിൻറ്റിങ്സും ഉണ്ട്. അകത്തോട്ട് ചെല്ലുന്ന സമയത്ത് ഒരുപാട് പെയിൻറ്റിങ്സും എല്ലാം ഉണ്ട്. ഇത്രയും നാൾ അവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ബോൺസായി മ്യൂസിയത്തിനകത്തോട്ട് ഞാൻ കയറിയിട്ടില്ല. അത് ഇന്നലെയാണ് കയറിയത്. ഇതൊക്കെ 1992-ലെയാണ്. കശുമാവ് അത് ചരിവോട് കൂടിയതാണ്. അതെല്ലാം അവിടെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് 90-ലെ മരക്കൂട്ടമാണ്. ഓരോന്നിനും പ്രത്യേകതയുണ്ട്. അതെല്ലാം നമുക്കവർ ചോദിച്ചാൽ നമുക്ക് പറഞ്ഞൊക്കെ തരും. നല്ല സർവീസാണ് അവരുടേത്. ഇതൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റുമായിരിക്കും. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല. ഇതിൻ്റെ താഴെ ഉള്ളതാണ്. ഇത് 1990 മുതൽ അവർ വളർത്തുന്ന മരമാണേ. ഇത് രസം നോക്ക്. തേൻപ്ലാവാണിത്. ഇതും ഈ ചട്ടിക്കകത്ത് തന്നെയാണ് നിൽക്കുന്നത്. അതെല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞാവൽ മരമാണ്. ഇത് അശോക മരം ഉണ്ടായിരുന്നു. ഇത് അരയാൽ 1974 മുതലാണ് ഇത് വളർത്തുന്നത്. 72-ൽ അത് വന്നു. 74 മുതൽ അവർ വളർത്തുന്നതാണ് ഈ മരമൊക്കെ. ഇതൊക്കെ അവർ ചെയ്തു വെച്ചേക്കണ തന്നെ. പിന്നെ അടുത്ത് നേരെ ഇറങ്ങി നമ്മൾ റോസിൻ്റെ സെക്ഷനിലോട്ടാണ്. ഓരോരോ പേര് കാണണം. എന്ത് വെറൈറ്റി പേരുകളാണെന്നറിയാമോ? നമുക്ക് ഒരു ദിവസം മൊത്തം അവിടെ നടന്ന് കാണാനുള്ള ചെടികളും ഉണ്ട്. അതിൽ നമുക്ക് ഇതിൻ്റെ പേര് കപ്പ് കേക്ക് എന്നാണ് ഈ റോസിൻ്റെ പേര്. കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് അവർ പൂവൊക്കെ വിട്ടേക്കുമായിരുന്നു. അതുകൊണ്ട് പൂക്കൾ കാണാൻ പറ്റിയില്ല. പക്ഷെ ചെടി നല്ല ഹെൽത്തി പ്ലാന്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ പച്ചക്കറി വിത്തുകളാട്ടോ. അത് ഓരോരോ ലെവലാകുമ്പോഴത്തേക്ക് അവർ പറിച്ച് മാറ്റി നടും. മണി പ്ലാന്റിൻ്റെ ഒരുപാട് വെറൈറ്റി. ഇത്രയൊക്കെ വെറൈറ്റികൾ ഉണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുണ്ട്. മിക്ക വെറൈറ്റികളും എൻ്റെ കയ്യിലുണ്ട്. ഇത് നമ്മൾ അവിടുത്തെ ക്യാൻറ്റീനാണ്. ഇവിടെ റീന ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് നിൽക്കുന്നത്. നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ചേച്ചി. പിന്നെ അവിടെ നിന്നൊരു കോഫിയും പപ്സും ഒരു കേക്കൊക്കെ കഴിച്ചു. ഒന്ന് ചില്ലായിട്ട് ചേച്ചിയോട് കുറേ നേരം സംസാരിച്ചിട്ട് നേരെ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനിലോട്ടാണ് പോയത്. ഇത് മാവ്. ഇതെല്ലാം അവിടെ നിൽക്കുന്ന ആ ചേട്ടൻ പറഞ്ഞത് 6 മാസം കൊണ്ട് കായ്ക്കുമെന്നാണ് പറയണത്. ഇതിൻ്റെയൊക്കെ വിലയും വളരെ കുറേ. ഈ ചേട്ടനാണ് എല്ലാം പറഞ്ഞു തന്നത്. ഇത് 120 രൂപയാണ്. തേൻ വരിക്ക 6 മാസം ആകുമ്പോഴത്തേക്ക് കായ്ക്കുമെന്നാണ് പറഞ്ഞത്. ഇത് മറ്റേ നെല്ലിക്ക. ഇത് അമ്പഴങ്ങയാണ്. 580 രൂപയാണ് അമ്പഴങ്ങയുടെ വില. 6 മാസമാണ് പറഞ്ഞത്. പിന്നെ ജ്യൂസ് അടിക്കുന്ന ഓറഞ്ചൊക്കെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു. സപ്പോട്ട ഉണ്ടായിരുന്നു. ഇതെല്ലാം കായ്ച്ച് നിൽക്കുന്നതാണ്. നമ്മൾ കൊണ്ടുപോയി വെച്ച് വളമൊന്നും ഇട്ടില്ലെങ്കിൽ അവർ അങ്ങനെയൊന്നും പറയുന്നില്ല. ഇത് മാംഗോസ്റ്റിനാണ്. അവിടെ നിൽക്കുന്നതാണ്. വിൽക്കാൻ വെച്ചേക്കണില്ല. അവിടെ ഉള്ള മരമാണ്. കഴിഞ്ഞ 2 മാസം മുന്നേ പോയ സമയത്ത് ശരിക്കും മാംഗോസ്റ്റിൻ ഉണ്ടായിരുന്നു. പിന്നെ കാപ്പിയുടെ തൈകൾ അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം റോസ് ഒന്നും വാങ്ങിച്ചില്ല. വാങ്ങാനല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പോയത്. ഇതവിടുത്തെ ചേച്ചി അവർ വെള്ളം നനയ്ക്കുന്ന. ഈ പ്ലാവിൽ കണ്ടോ 2 ഉണ്ടച്ചക്ക. ഇത് പെട്ടെന്ന് വിളയുമെന്നാണ് പറഞ്ഞത്. ഇത് 5 ഇതളുള്ള റോസയാണ്. പൊഴിഞ്ഞു പോയതല്ല. 5 ഇതളേ അതിനുള്ളൂ. ഇതൊക്കെ പിന്നെ നമ്മൾ നേരെ കയറിയത് ഇൻഡോർ സെക്ഷനിലാണ്. ഇൻഡോർ സെക്ഷനിലും ഈ ലക്കി ബാമ്പു ഒക്കെ ഇങ്ങനെയും നമുക്ക് ചെയ്യാമെന്നൊക്കെ ഐഡിയാസ് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് കിട്ടും.
അതുപോലെ ഈ പൂക്കളൊന്നുമില്ലാത്ത ഇല മാത്രമുള്ള ചെടികളുണ്ടല്ലോ, അതിനും എന്തോരം ഭംഗിയാണ്. ഇതിൽ ഒരു ഇലയുള്ളൊരു ചെടി കാണും, ആന്തൂറിയം ഉണ്ടായിരുന്നു. പിന്നെ ആന്തൂറിയത്തിന് 300 രൂപയായിരുന്നു. ഓർക്കിഡുണ്ട്, ഓരോന്നിനും ഓരോ റേറ്റ്. പിന്നെ നമ്മൾ ആ പറയുന്ന റേറ്റില്ല, നമ്മൾ ഒരുപാടൊക്കെ എടുക്കുമ്പോൾ അവർ വില നമുക്ക് നന്നായിട്ട് കുറച്ചൊക്കെ തരുന്നുണ്ട്. ഈ ഇല ഉണ്ടോ, ബട്ടർഫ്ലൈയുടെ ഇത്, പൂക്കളൊന്നുമില്ല, ഇല മാത്രമേ ഉള്ളൂ, പക്ഷെ ഭയങ്കര ഭംഗിയാണ്. ഞങ്ങളിങ്ങനെ പറയുന്ന കേട്ടിട്ട് ഞങ്ങളുടെ ബാക്കിൽ നിന്ന് ഒരു അങ്കിള് അത് മേടിക്കുകയും ചെയ്തു. ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പിന്നെ നേരെ പോകുന്ന ആർട്ട് എംപോറിയത്തിലാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവണത് ഇത്രയും വെറൈറ്റികളായിട്ടുള്ള പോട്ടുകളുണ്ടെന്ന്. എനിക്ക് സത്യത്തിൽ മനസ്സിലായത് ഈ ഷൂ മോഡലിലുള്ള പോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ ഓഫീസുകളിലും അങ്ങനെയുള്ളതിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ല ഭംഗിയുള്ള പിക്ചേഴ്സ്. ഇത് ഓരോരുത്തർ വരച്ച് ഇവിടെ കൊണ്ട് വെക്കുന്നതാണ്, ഇവർ സെയിൽ ചെയ്യാൻ വച്ചേക്കണതാണ്. നമുക്കത് ചോദിച്ച് ഓരോന്നിൻ്റെ വില അവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ വിലയിലല്ല, നമ്മൾ പറയുമ്പോൾ അവർ കുറച്ചും തരാറുണ്ട്. ഇത് കണ്ട ബുദ്ധൻ, നല്ല ഭംഗിയാണ് ഇതിൽ. അടുത്ത് നമ്മൾ ഈ മറ്റേ സ്റ്റോൺസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഇവിടെ ഫിഷ് ടാങ്കിലൊക്കെ ഇടാൻ പറ്റുന്നതും അല്ലാതെ ചെടിച്ചട്ടീൻ്റെ മുകളിൽ ഇങ്ങനെ ഷോയിൽ വെക്കാൻ പറ്റുന്നതെല്ലാം ഉണ്ട്. എല്ലാത്തിനും വില വളരെ കുറവാണ്. ആ ചേട്ടാ ആ സ്റ്റോൺസ് മിക്സ് ചെയ്യുന്നതിന് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ കല്ലിനൊക്കെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചാണ് റേറ്റ്. ഈ കുഞ്ഞു കുഞ്ഞു പറക്കലിനൊക്കെ കിലോ 11 രൂപയാണ്, 1 കിലോ 11. ഇതല്ല, ഇതിൻ്റെ കുഞ്ഞ് ഇതുണ്ട്. ഇത് നേരെ വിത്തിൻ്റെ സെക്ഷനാണ്. ഇവിടെ ചെന്നിട്ട് ഞാൻ എന്ത് മേടിച്ചു, ഒരു കുക്കുംബർ, സാലഡ് കുക്കുംബറിൻ്റെ വിത്തും മേടിച്ചു. ഒരു അഗസ്തി ചിരാനിയത്തിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അതും മേടിച്ചു. ഈ തൈകളൊക്കെ ഒരെണ്ണത്തിന് 2 രൂപയാണേ. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ പോയി കാണാം. അപ്പം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാണാമേ.